ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ദൈവം ആരാണ് എന്ന്, ദൈവം എങ്ങനെയാണ് ഏഴകളായ നാം ഓരോരുത്തരെയും കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന യേശുവിൻ്റെ ഒരു തിരുവചനം. അവൻ പലർക്കും വലിയ പ്രതിഫലം കൊടുക്കുവാൻ കാത്തിരിക്കുന്നു എന്ന് നാം കാണുന്നു. അത്യുന്നതൻ്റെ പുത്രൻ എന്ന പദവി, ദൈവത്തിൻ്റെ മകൻ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം, പിതൃപുത്ര ബന്ധം തന്നെ നാം ഓരോരുത്തരോടുമായി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. എന്നാൽ ആ ദൈവം, നമ്മുടെ പിതാവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം എങ്ങനെയാണ് നമ്മളോട് ഇടപഴകുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാം കാണുകയാണ്. അതെങ്ങനെയാണ്? കരുണയോടെ, ദയയോടെ നമ്മളോട് ഇടപഴകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. അതെ, അത്യാവശ്യം ജീവിത സൗകര്യങ്ങളുള്ള, വലിയ അല്ലലില്ലാതെ സംതൃപ്തരായി സന്തോഷത്തോടെ കഴിയുന്ന 4 ആളുകൾ അറിയണം, ആളുകളാൽ ബഹുമാന്യനാകണം എന്നാഗ്രഹിക്കുന്ന, എന്നാൽ നമുക്കെതിരെ സംസാരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന, നാം ശത്രു എന്ന് മുദ്രകുത്തുന്ന, നാം വെറുക്കുവാനും ശപിക്കുവാനും പുറപ്പെടുന്ന, അപമാനങ്ങൾക്ക് പ്രതികാരം മനസ്സിൽ കരുപിടിപ്പിക്കുന്ന, പണം തിരികെ ലഭിക്കും, അത്യാവശ്യം ബലം പ്രയോഗിച്ചാണെങ്കിലും എന്ന് ഉറപ്പുള്ള, അല്ലറ ചില്ലറ പലിശ ലഭിക്കും എന്നറിയുന്നവർക്ക് മാത്രം കടം കൊടുക്കുന്ന ഈ ലോകത്തിൻ്റെ വക്രതയിൽ ദുഷ്ടന്മാരായി നാം അറിയാതെ മാറിപ്പോയ സാഹചര്യങ്ങളിൽ, അങ്ങനെ ഈ ലോകത്തിൻ്റെ കാലചക്രം പല കാരണങ്ങളാൽ നമ്മെ ഒരു നന്ദിഹീനനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹൃദയം എന്നെങ്കിലും നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപത്തോടെ അവനെ സമീപിക്കുകയാണെങ്കിൽ, ദുഷ്ടനായ, വക്രത നിറഞ്ഞവനായ, നന്ദി കെട്ടവനായ എന്നോടും കരുണ കാണിക്കുന്ന ദൈവമാണ്. എന്നാൽ ആ ഞാൻ മനം തിരിഞ്ഞ് എൻ്റെ വക്രതയും ദുഷ്ടത്തരവും ഉപേക്ഷിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന, എൻ്റെ ശത്രുവായിരിക്കുന്നവനെ പോലും സ്നേഹിക്കുന്ന, ഒന്നും പകരമിച്ഛിക്കാതെ സഹായം ചെയ്യുവാനും കടം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമുക്ക് സാധിച്ചു തുടങ്ങിയാൽ, നാമും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. എന്തിനായുള്ള യാത്ര? നമ്മുടെ പ്രതിഫലം കൈക്കൊള്ളുവാനുള്ള യാത്ര. അത്യുന്നതൻ്റെ മറവിൽ, അത്യുന്നതൻ്റെ രാജ്യത്തിൽ, അത്യുന്നതൻ്റെ ഒരു മകളായി, ഒരു മകനായി ജീവിക്കുവാനുള്ള അവകാശത്തിനായുള്ള യാത്ര. ആ യാത്രയിൽ നാമും നമ്മോട് കൂടെ നമ്മുടെ വേണ്ടപ്പെട്ടവരും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.